Hi all, welcome back to Learnino. In the video discuss +1 board exam chapter sequences and series based previous year questions. So let us start. First question. Insert three numbers between 1 and 256 so that the resulting sequence is a GP. Okay, അപ്പോൾ geometric progression അതിൽ നമുക്ക് geometric series ആണ് വേണ്ടത് അല്ലേ 1 ഉം 256 ഉം ഈ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ നമുക്ക് മൂന്ന് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു geometric series കിട്ടണം എന്നാണ് പറയുന്നത് സോ let the geometric progression be 1 last number 256 അതിന്റെ ഇടയിൽ രണ്ട് നമ്പേഴ്സ് a2 a3 a4 എടുക്കാം കാരണം a1 ഇപ്പോൾ ഓൾറെഡി 1 ആണ് ഓക്കേ a1 എന്ന് പറയുന്നത് 1 ആണ് അതായത് ഫസ്റ്റ് ടേം ആണ് ഉദ്ദേശിച്ചത് ഇനി അതിൽ ലാസ്റ്റ് ടേം 256 ആണെന്ന് അറിയാം അതിന്റെ ഇടയിൽ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തു ഇനി നമുക്കറിയാം a5 എന്ന് പറയുന്നത് എന്താ 256 തന്നിട്ടുണ്ട് അല്ലേ a5 എന്തായിരിക്കും a into r raised to n minus 1 ആണ് nth ടേം എന്ന് പറയുന്നത് geometric series അല്ലേ സോ a into r raised to n minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a5 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും a into r raised to 5 minus 1 അതായത് a into r raised to 4 ക്ലിയർ ആയല്ലോ ഇതിപ്പോൾ a5 നമുക്ക് ഓൾറെഡി 256 ആണെന്ന് തന്നിട്ടുണ്ട് So 256 is equal to a into r raised to 4. അപ്പോൾ അതിന്റെ മീനിങ് എന്താ ഇവിടെ a എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം 1 ആണ് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അല്ലേ ഈ ജനറൽ ഫോർമുലയിലെ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അത് ഇവിടെ 1 ആണ് തന്നിട്ടുണ്ട് സോ 1 into r raised to 4 അതായത് r raised to 4 തന്നെ is equal to 256 ആണെന്ന് അറിയാം ഇനി 256 കൊണ്ട് എന്താ 4 raised to 4 അല്ലേ സോ r raised to 4 is equal to 4 raised to 4 അതിന്റെ മീനിങ് എന്താ r is equal to 4 അപ്പോൾ നമുക്ക് r ന്റെ വാല്യൂ കിട്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി a2 a3 a4 കണ്ടുപിടിച്ചൂടെ a2 എന്ന് പറയുന്നത് എന്താ പ്രീവിയസ് ടേം into r ചെയ്യുക then again a3 എന്ന് പറയുന്നത് a2 into r ചെയ്യാം അതായത് a2 ആണെങ്കിൽ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ല ഫസ്റ്റ് ടേം into r എന്ന് പറയുന്നത് 4 ആണ് അപ്പോൾ നമുക്ക് 4 കിട്ടി ഇനി a3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പ്രീവിയസ് ടേം 4 ആണ് കിട്ടിയത് അല്ലേ സോ 4 into പ്രീവിയസ് ടേം 4 ആണ് കിട്ടിയത് സോ 4 into r എന്ന് പറയുന്നത് 4 അപ്പോൾ നമുക്ക് 16 കിട്ടി അതേപോലെ ഈ 16 into 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം അതായത് a4 കിട്ടും അങ്ങനെയാണ് ഓരോ ടേംസ് കണ്ടുപിടിക്കുന്നത് അതായത് നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് ടേം into r ചെയ്താൽ മതി അങ്ങനെ ക്ലിയർ ആയി അപ്പോൾ നമുക്ക് geometric progression കിട്ടി 1 4 16 64 256 Next question, for what values of x the numbers 4/3 x 3/4 are in geometric progression? അപ്പോൾ നമുക്ക് ഈ മൂന്ന് നമ്പേഴ്സ് തന്നിട്ട് അത് geometric progressionലാണെങ്കിൽ xന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കറിയാം ഓൾറെഡി തന്നിട്ടുണ്ട് geometric progressionൽ ആണെന്ന് അപ്പോൾ അതിന്റെ മീനിങ് എന്താ അതായത് അവർക്ക് ഒരു കോമൺ റേഷ്യോ ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ നെക്സ്റ്റ് ടേം ഡിവൈഡ് ബൈ പ്രീവിയസ് ടേം അതായത് ഒരു ടേം ഡിവൈഡഡ് ബൈ അതിന്റെ പ്രീവിയസ് ടേം അതായിരിക്കുമല്ലോ ആ geometric progressionൽ r എന്ന് പറയുന്ന ടേം സോ നമുക്ക് ഈ ഒരു മൂന്ന് നമ്പേഴ്സ് നോക്കാം 4/3 ഉണ്ട് x ഉണ്ട് 3/4 ഉണ്ട് സോ ഈ റേഷ്യോ അതായത് x ഡിവൈഡഡ് ബൈ 4/3 അത് ആദ്യം എടുക്കാം is equal to 3/4 ഡിവൈഡഡ് ബൈ x ഈ രണ്ട് റേഷ്യോസും സെയിം ആയിരിക്കില്ലേ ശരിയല്ലേ അപ്പോൾ x/4/3 will be equal to 3/4 by x ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് x square is equal to 3/4 into 4/3 വരും ഇതെല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 ആണ് വരിക x square equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ x എന്നത് പ്ലസ് ഓർ മൈനസ് 1 ആണ് ആൻസർ വരിക സോ x ന്റെ വാല്യൂസ് കിട്ടി നമുക്ക് പ്ലസ് ഓർ മൈനസ് 1 Next question, find the nth term of the geometric progression √3 3 3 √3 etc. അതായത് ഫസ്റ്റ് ടേം √3 ആണ് തന്നിട്ടുണ്ട് ഇനി r എങ്ങനെ കണ്ടുപിടിക്കാം സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ നമുക്ക് കിട്ടും അതായത് 3/√3 സോ ഈ 3 എന്ന് പറയുന്നത് എന്താ √3 ഹോൾ സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ √3 ഹോൾ സ്ക്വയറിൽ ഒരു √3 താഴത്തെ √3 ക്യാൻസൽ ചെയ്താൽ √3 ആണ് നമുക്ക് ആൻസർ വരിക അപ്പോൾ r √3 നമുക്ക് കിട്ടി ഇനി nth ടേം എങ്ങനെ കണ്ടുപിടിക്കുക a into r raised to n minus 1 എന്ന് അറിയാം a എന്ന് പറയുന്നത് √3 ആണ് അതായത് ഫസ്റ്റ് ടേം √3 ആണ് then r √3 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു raised to n minus 1 √3 raised to n minus 1 അതായത് √3 raised to n minus 1 into √3 എന്താ വരിക രണ്ടിന്റെയും ബേസ് സെയിം ആണ് സോ പവേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ √3 raised to n minus 1 plus 1 ഈ 1 1 ക്യാൻസൽ ചെയ്താൽ n ആണ് വരിക അപ്പോൾ √3 raised to n ആണ് ആൻസർ Next question, find the sum of the sequence 8, 88, 888, etc. up to n terms. So sum up to n terms പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിൽ നിന്ന് 8 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എടുക്കാം സോ നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് വരും 8 into 1 ആണ് 8
8 into 11 88, 8 into 111 888 അല്ലേ, പ്ലസ് എക്സെട്ര അങ്ങനെ n ടേംസ് ഉണ്ടാവും. അപ്പോൾ 8 കോമൺ ഫാക്ടർ എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവൈഡഡ് ബൈ 9ഉം ഇൻറ്റു 9ഉം ചെയ്യണം. ഡിവൈഡഡ് ബൈ 9 നമ്മൾ ഔട്ട്സൈഡ് തന്നെ എഴുതി. ഇനി ഇൻറ്റു 9 എന്നുള്ളത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓരോ ടേംസിനും 9 മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര n ടേംസ് കിട്ടും. അത് n ടേംസ് എഴുതിയാൽ മതി, ലാസ്റ്റ് ടേം എഴുതണം എന്നില്ല. ഇനി 9നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 10 മൈനസ് 1. അതുപോലെ 99നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 10 സ്ക്വയർ മൈനസ് 1. 999നെ 10 ക്യൂബ് മൈനസ് 1 അല്ലേ, പ്ലസ് എക്സെട്ര n ടേംസ്. സോ നമുക്ക് അതുപോലെ 10 ക്യൂബ് മൈനസ് 1 പ്ലസ് എക്സെട്ര n ടേംസ് കിട്ടും. ഇനി ഇതിൽ ഈ 10ന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. ഇനി മൈനസ് 1 എന്നുള്ളത് എത്ര തവണ വരും? n ടൈംസ് വരും അല്ലേ. സോ മൈനസ് n അങ്ങനെ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 8/9 ഇൻറ്റു ഇതെന്ന് പറയുന്നത് ഒരു ഇതുപോലെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലേ. അപ്പോൾ അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 6:10 ആണ്. സോ a into r raised to n minus 1 by r minus 1. അതായത് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 10 ആണ്, ഇൻറ്റു r raised to n എന്ന് പറയുന്നത് 10 raised to n minus 1 divided by 10 minus 1 minus n. അതായത് 10 into 10 raised to n minus 1 by 10 minus 1 പറഞ്ഞാൽ 9 minus n into 8/9. ഇതാണ് നമുക്ക് സം അപ് ടു n ടേംസ് കിട്ടുക. Write the fifth term of the sequence whose nth term is an is equal to n into n plus 2. അപ്പോൾ നമുക്ക് a 5 കണ്ടുപിടിക്കണം. n-ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 into 5 plus 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ. സോ 5 into 7, അതായത് n-ന് ജസ്റ്റ് 5 കൊടുത്താൽ മതി. 5 into 7 35 കിട്ടും. നെക്സ്റ്റ് ഇൻസേർട്ട് 6 numbers between 3 and 24 such that resulting sequence is an AP arithmetic progression. അപ്പോൾ നമുക്ക് 6ഉം 24ഉം ബിറ്റ്വീൻ 3ഉം 24ഉം രണ്ട് നമ്പേഴ്സ്, അതിൻ്റെ ബിറ്റ്വീൻ നമുക്ക് 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. സോ നമുക്കറിയാം ടോട്ടൽ അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 ഉണ്ട് അല്ലേ, ഇൻക്ലൂഡിങ് 3 and 24. അപ്പോൾ A1 ഫസ്റ്റ് ടേം 3 ആയിട്ട് എടുക്കുക. ലാസ്റ്റ് 8th ടേം എന്താ? 24 ആണ്. ഇതിൻ്റെ ഇടയിലുള്ള 6 നമ്പേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ A2 അപ് ടു A7 വരെ. നമുക്ക് A8 എന്ന് പറയുന്നത്, അതായത് ഒരു AP-യുടെ കേസിൽ nth ടേം എന്ന് പറയുന്നത് എന്താ? A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D ആണ് അല്ലേ. സോ A പ്ലസ് ഇവിടെ n ഇപ്പോൾ A8ന്റെ കേസിൽ n 8 ആണ്. സോ 8 മൈനസ് 1 എന്താ? 7. അപ്പോൾ A പ്ലസ് 7D അതാണ് A8 അല്ലേ. A8 നമുക്കറിയാം 24 ആണ്. സോ 24 is equal to A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അതായത് 3 പ്ലസ് 7D ആണ്. സോ ഇതിൽ നിന്ന് ഡിയുടെ വാല്യൂ കിട്ടും 3. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ടേംസ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് അതായത് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് പ്രീവിയസ് ടേം പ്ലസ് ഈ കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം 3 ആണെന്നറിയാം. 3 പ്ലസ് 3 6 പ്ലസ് 3 9 പ്ലസ് 3 12 എക്സെട്ര അപ് ടു 24. Next question, find the sum to n terms of the sequence 7, 77, 177 etc. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ അതേപോലത്തെ തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് 8ന് പകരം എന്താ അവിടെ ഡിജിറ്റ് എന്ന് പറയുന്നത് 7ന്റെ ടേംസ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സെയിം കൺവേർഷൻ യൂസ് ചെയ്യണം. 7 ആദ്യം ഔട്ട്സൈഡ് എടുക്കും, ഡിവൈഡഡ് ബൈ 9ഉം ഇൻറ്റു 9ഉം ചെയ്യും. ദെൻ 10ന്റെ ടേംസിൽ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് 10ന്റെ ടേംസ് GPയുടെ ഫോമിലേക്ക് സം അപ് ടു n ടേംസ് ആയിട്ട് എഴുതിയിട്ട് ബാക്കി മൈനസ് 1 n ടൈംസ് വരുന്നത് മൈനസ് n ആയിട്ട് എഴുതും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the sum of the first 20 terms of an AP is equal to sum of first 30 terms, then the sum of first 50 terms is, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 50, 20, 0, 80. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്, 0 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് AP ആണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് തന്നിട്ടുണ്ട്. അതായത് S20 is equal to S13 തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, ഇതാണ് സം അപ് ടു n ടേംസിന് AP അല്ലേ. സോ S20 എന്തായിരിക്കും? 20 ആണ് n. സോ 20/2 ഇൻറ്റു 2a പ്ലസ് 20 മൈനസ് 1 പറഞ്ഞാൽ 19 ഇൻറ്റു d, അതാണ് S20. അതേപോലെ S30 ഇതിൽ കൂടെ n/2, അതായത് 30/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 പറഞ്ഞാൽ 30 മൈനസ് 1, ദാറ്റ് ഇസ് 29d. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് d, അതായത് ഒരു ഇക്വേഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് a ആൻഡ് d. ജസ്റ്റ് LHS ആൻഡ് RHS അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ 2a പ്ലസ് 49d ഇസ് ഈക്വൽ ടു 0 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അത് ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ അങ്ങനെ ഇരിക്കട്ടെ. ഇത് നമുക്ക് സം അപ് ടു 50 ടേംസ് കാണണം, അതായത് S50. അപ്പോൾ n/2, അതായത് 50/2 ഇൻറ്റു 2a പ്ലസ് 50 മൈനസ് 1 പറഞ്ഞാൽ 49d ഇസ് ഈക്വൽ ടു ഈ 2a പ്ലസ് 49d നമ്മൾ പ്രീവിയസ് ഇതിൽ 0 ആണെന്ന് കണ്ടുപിടിച്ചു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ എന്താ? സം അപ് ടു 50 ടേംസ് 0 ആണ് ആൻസർ.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് ദ ജി പി. അതായത് സം അപ് ടു ഇൻഫിനിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ബൈ 1 മൈനസ് ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് -3/4. ഇനി ആർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ മതി. 3/16 ഡിവൈഡഡ് ബൈ -3/4. അതായത് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ആ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ നമുക്ക് -1/4 ആൻസർ കിട്ടും 6. ഇനി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് -3/4 ആണ്, ഡിവൈഡ് ബൈ 1 മൈനസ് ആർ എന്ന് പറയുന്നത് -1/4 ആണ് കിട്ടിയത്. സോ -3/4 ബൈ 5/4, അതായത് -3/5 ആണ് ആൻസർ കിട്ടുക. താങ്ക് യു.